അസ്സലാമു അലൈക്കും. ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഒരു മിനി വ്ളോഗ് എന്നൊക്കെ പറയാം. അപ്പം നമ്മൾ കാടമുട്ട മസാല ഇല്ലേ, അതുപോലെ വലിയ മുട്ടയും കൂടെ ചേർത്തിട്ട് മസാല ആക്കി നോക്കുകയാണ്. കടയിൽ നിന്ന് ഇത് വാങ്ങി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അല്ലേ. നമുക്ക് ഈ പ്രത്യേകിച്ച് വയനാട് ഭാഗത്തൊക്കെ പോകുമ്പോൾ എപ്പോഴും കാണാം, നമ്മൾ വാങ്ങി കഴിക്കാറുണ്ടാകും. അപ്പം നമുക്ക് ആ ഒരു സാധനങ്ങൾ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ കോഴിമുട്ടയും കാടമുട്ടയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് പുറമൊന്ന് വരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉള്ളിലേക്കൊക്കെ ആ മസാല ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കറിവേപ്പില ഇടുക. കറിവേപ്പില ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഇച്ചിരി മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, എരിവ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലോണം ലോ ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കരിഞ്ഞിട്ട് പോകും. അപ്പോൾ പിന്നെ അത് കരിഞ്ഞ മുട്ടായിട്ട് നമ്മൾ കഴിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതാണ് ഏറ്റവും നല്ലത്. പിന്നെ കറി മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ചിക്കൻ മസാല ഒക്കെ ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മളിതാ അതിലേക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് പിന്നെയും കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നല്ലോണം വഴറ്റി അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകുന്ന വരേക്കും നല്ലോണം വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള പുഴുങ്ങിയ മുട്ട കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം, എപ്പോഴൊക്കെ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. ഒരു മിനിറ്റൊക്കെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ മസാല ഒക്കെ ആ മുട്ടയിൽ ഇങ്ങനെ ഫുള്ളായിട്ട് കവറായിട്ട് വരും. എന്നിട്ട് ചെറിയൊരു ചൂടിലിങ്ങനെ കടന്നിട്ട് ഒന്നിങ്ങനെ കുക്കായിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള നമ്മളെ മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ മുട്ട കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവില്ലേ, അവർക്കൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി കൊടുക്കുക. തീർച്ചയായിട്ടും അവരൊക്കെ ഇത് കഴിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായിരിക്കും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. വീട്ടിൽ നമുക്ക് സിമ്പിളാക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ലേ. പിന്നെ ഇതാ അതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ട് നമ്മളതിലൊരു കോല്, ഇതൊക്കെ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന പോലെ എന്ന് പറഞ്ഞിട്ട് ചെയ്തെടുത്തതാണ്. അതിൻ്റെ മേലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാളയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക.